ഫ്രാൻസിലെ നാഷണൽ അസംബ്ലിയെ പറ്റിയാണ് ഇന്ന് നോക്കുവാൻ പോകുന്നത്. അപ്പോൾ നമുക്കറിയാം, അഞ്ചാം റിപ്പബ്ലിക്കിൻ്റെ പാർലമെൻറ്റിൽ രണ്ട് മണ്ഡലങ്ങളാണുള്ളത്. അതായത് നാഷണൽ അസംബ്ലി, അതുപോലെ തന്നെ ഫ്രാൻസിൽ രണ്ടാമത്തേത് എന്ന് പറയുന്നത് സെനറ്റുമാണ്. അതായത് ഫ്രാൻസിലെ പാർലമെൻറ്റിന് രണ്ട് സഭകളാണുള്ളത്. ഒന്നാമത്തേത് സെനറ്റാണ്, രണ്ടാമത്തേത് നാഷണൽ അസംബ്ലിയുമാണ്. ഓക്കെ, അപ്പോൾ ഈ സെനറ്റ് ഉപരിമണ്ഡലവും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി അധോമണ്ഡലവുമാണ്. ഓക്കെ, അപ്പോൾ ഈ അധോമണ്ഡലമായ നാഷണൽ അസംബ്ലിയെ പറ്റിയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ നാഷണൽ അസംബ്ലിയെ പറ്റി പറയുകയാണെങ്കിൽ ഇത് ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ്. അതുപോലെ ഈ നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത് ഒരു ജനപ്രതിനിധി സഭ കൂടിയാണ്. കൂടാതെ ഇതിലെ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത് 5 വർഷമാണ്. കൂടാതെ ഇതിലെ അംഗങ്ങളെ തിരഞ്ഞെടുക്കുന്നത് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വഴിയാണ്. ഓക്കെ, അതായത് ഇത് ഫ്രഞ്ച് പാർലമെൻറ്റിൻ്റെ അധോമണ്ഡലമാണ് നാഷണൽ അസംബ്ലി എന്ന് അറിയപ്പെടുന്നത്. മാത്രവുമല്ല, ഇതിൽ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വഴി 5 വർഷത്തേക്ക് തിരഞ്ഞെടുക്കപ്പെടുന്ന പ്രതിനിധി സഭ കൂടിയാണ് നാഷണൽ അസംബ്ലി എന്ന് പറയുന്നത്. ഇപ്പോൾ 21 വയസ്സായ ഏതൊരു ഫ്രഞ്ച് പൗരനും വോട്ടവകാശം ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതേസമയം ഇന്ത്യയിലാണെങ്കിൽ 18 വയസ്സാണ്. അപ്പോൾ 21 വയസ്സായ ഏതൊരു ഫ്രഞ്ച് പൗരനും നാഷണൽ അസംബ്ലിയിലേക്ക് വോട്ട് ചെയ്യാനുള്ള അധികാരവും അവകാശവും ഉണ്ടായിരിക്കും. കൂടാതെ ഈ നാഷണൽ അസംബ്ലിയിലേക്ക് ഒരു സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു വ്യക്തിക്ക് ചില യോഗ്യതകൾ അത്യാവശ്യമാണ്. ഓക്കെ, അപ്പോൾ അവ എന്തെല്ലാമാണെന്ന് നോക്കിയാൽ, അങ്ങനെ നാഷണൽ അസംബ്ലിയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്ന ഒരു വ്യക്തി ചുരുങ്ങിയതിൽ 10 വർഷമായിട്ടെങ്കിലും ഒരു ഫ്രഞ്ച് പൗരനായിരിക്കണം എന്നതാണ്. ഓക്കെ, ഇത് മാത്രമല്ല യോഗ്യത, മറ്റൊരു യോഗ്യത എന്ന് പറയുന്നത് അദ്ദേഹത്തിന് 23 വയസ്സ് പൂർത്തിയായിരിക്കും വേണം. ഓക്കെ, അപ്പോൾ 23 വയസ്സ് പൂർത്തിയായ 10 വർഷക്കാലം എങ്കിലും ചുരുങ്ങിയത് ഫ്രാൻസിൽ താമസിക്കുന്ന ഒരു ഫ്രഞ്ച് പൗരന് മാത്രമേ നാഷണൽ അസംബ്ലിയിലേക്ക് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുവാൻ സാധിക്കുകയുള്ളൂ. ഇത് മാത്രമല്ല, യാതൊരുവിധ തരത്തിലുമുള്ള അയോഗ്യതയും അദ്ദേഹത്തിന് ഉണ്ടായിരിക്കുവാനും പാടില്ല. ഓക്കെ, അതായത് അദ്ദേഹം ഒരു തരത്തിലുള്ള കുറ്റങ്ങളിലോ അതുപോലെ തന്നെ കുറ്റകൃത്യങ്ങളിലോ ഏർപ്പെട്ട വ്യക്തി ആയിരിക്കരുത്. കൂടാതെ അദ്ദേഹം ഗവൺമെൻറ്റിൻ്റെ കീഴിലോ അതുപോലെ തന്നെ അന്തർദേശീയ സ്ഥാപനങ്ങളിലോ അതുപോലെ തന്നെ വിദേശ രാജ്യങ്ങളിലോ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന ആളായിരിക്കുവാനും പാടില്ല. ഓക്കെ, ഇപ്രകാരം അദ്ദേഹം വിദേശ രാജ്യങ്ങളിൽ അതുപോലെ തന്നെ ഗവൺമെൻറ്റിൻ്റെ സ്ഥാപനങ്ങളിൽ അതുപോലെ തന്നെ അന്തർദേശീയ സ്ഥാപനങ്ങളിലൊക്കെ ജോലി ചെയ്ത് പണം സമ്പാദിക്കുന്ന ഒരു വ്യക്തി ഈ സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതിന് യോഗ്യത ഉണ്ടായിരിക്കുന്നതല്ല. ഓക്കെ, ഇപ്പോൾ നമ്മൾ കണ്ടതാണ് സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം വഴി 5 വർഷത്തേക്കാണ് ഈ പ്രതിനിധി സഭ എന്നറിയപ്പെടുന്ന നാഷണൽ അസംബ്ലി തിരഞ്ഞെടുക്കപ്പെടുന്നത്. ഓക്കെ, അപ്പോൾ ഇവരുടെ കാലാവധി 5 വർഷമാണെങ്കിലും പ്രധാനമന്ത്രിയുടെ അഭിപ്രായം ആരാഞ്ഞതിന് ശേഷം ഏത് സമയം വേണമെങ്കിലും ഈ നാഷണൽ അസംബ്ലിയെ പിരിച്ചുവിടുന്നതിന് ഫ്രാൻസിലെ പ്രസിഡൻറ്റിന് അധികാരം ഉണ്ടായിരിക്കും. മാത്രമല്ല, ചില സാഹചര്യങ്ങളിൽ ഈ നാഷണൽ അസംബ്ലിയിൽ ഒരു അംഗം മന്ത്രിയായിട്ടൊക്കെ തിരഞ്ഞെടുക്കപ്പെട്ടാൽ അദ്ദേഹം ഈ നാഷണൽ അസംബ്ലിയിലെ സീറ്റ് രാജിവെക്കേണ്ടതാണ്. ഓക്കെ, ഒരേ സമയം മന്ത്രിയായിട്ടും അതുപോലെ തന്നെ നാഷണൽ അസംബ്ലി ഒരു അംഗമായിട്ടും അദ്ദേഹത്തിന് ചുരുക്കി പറഞ്ഞാൽ തുടരാൻ സാധിക്കുകയില്ല. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഫ്രാൻസിലെ അധോമണ്ഡലമായ എന്നറിയപ്പെടുന്ന നാഷണൽ അസംബ്ലിയെ പറ്റി പറയാനുള്ളത്. ഓക്കെ, അപ്പോൾ മറ്റേതെങ്കിലും വീഡിയോ കാണുന്നവരേക്കും ബൈ.